നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന ശിവരാത്രി ആഘോഷങ്ങൾ ഭക്തിസാന്ദ്രമായി. മഹാശിവരാത്രിയോടനുബന്ധിച്ച് വടക്കുംനാഥ ക്ഷേത്രത്തിൽ ലക്ഷദീപം തെളിയിച്ച് വിശ്വാസികൾ. ചാവക്കാട് അകലാട് മുന്നേനിയിൽ വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന 7 വയസ്സുകാരന് തെരുവ് നായയുടെ കടിയേറ്റു. രക്ഷിക്കാനെത്തിയ അമ്മയ്ക്കും നായയുടെ ആക്രമണത്തിൽ പരിക്ക്. മാളാകുഴൂർ തെക്കൻ താണിശ്ശേരി കള്ളിയാട് റോഡിന്റെ പുനർനിർമ്മാണം വീണ്ടും നിലച്ചതിൽ പ്രതിഷേധം ശക്തം. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും നിലപാടിൽ പ്രതിഷേധിച്ച് ഭരണസിരാ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ സമരം സംഘടിപ്പിക്കുമെന്ന് ജനകീയ കൂട്ടായ്മ. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് നൽകാനുള്ള പഞ്ചായത്ത് ഭരണസമിതി തീരുമാനത്തിനെതിരെ CPM. പുതിയ തീരുമാനം ബസ് യാത്രക്കാരെയും ജീവനക്കാരെയും പ്രതികൂലമായി ബാധിക്കുമെന്നും ആരോപണം. കൊടകര കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന് തുടക്കമായി. നൂറുകണക്കിന് വിശ്വാസികൾ തീർത്ഥാടനത്തിൽ പങ്കാളികളായി. വിശദാംശങ്ങളിലേക്ക്. മഹാശിവരാത്രിയോടനുബന്ധിച്ച് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ലക്ഷദീപം തെളിയിച്ചു. നിർമ്മാലയ്ക്ക് ശേഷമാണ് ലക്ഷദീപം തെളിയിച്ചത്. ക്ഷേത്രമേൽശാന്തി അണിമംഗലം രാമൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന പൂജാ ചടങ്ങുകളെ തുടർന്ന് ക്ഷേത്രം ഭാരവാഹികളും ഭക്തജനങ്ങളും ചേർന്നാണ് ലക്ഷദീപം തെളിയിച്ചത്. മഹാശിവരാത്രി ചടങ്ങുകൾക്കും ലക്ഷദീപം തെളിയിക്കലിനുമായി നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിയത്. ശിവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വടക്കുംനാഥ ക്ഷേത്രത്തിൽ മഹാപരിക്രമയാത്ര നടന്നു. ശ്രീമൂലസ്ഥാനത്ത് നിന്നും ആരംഭിച്ച മഹാപരിക്രമയാത്ര വടക്കുംനാഥ ക്ഷേത്രം ചുറ്റി ശ്രീമൂലസ്ഥാനത്ത് തന്നെ സമാപിച്ചു. സ്വാമി നന്ദാത്മജാനന്ദ ഉദ്ഘാടനം ചെയ്തു. നൂറുകണക്കിന് പേരാണ് പരിക്രമയാത്രയിൽ പങ്കെടുത്തത്. ശിവരാത്രിയോടനുബന്ധിച്ച് തൃശൂർ വടക്കുംനാഥന്റെ മുന്നിൽ 4 കലാകുടുംബം അവതരിപ്പിച്ച രാഗനടനം ശ്രദ്ധേയമായി. അമ്മയുടെ നൃത്തച്ചുവടുകൾക്ക് അച്ഛനും മക്കളും ചേർന്ന് പിന്നണി പാടിയും സംഗീതം പകർന്നുമാണ് പൂർണ്ണ പിന്തുണ നൽകിയത്. ഇങ്ങനെ മഹാദേവ സന്നിധിയിലെ ശിവരാത്രി മണ്ഡപത്തിൽ അരങ്ങേറിയ കലാകുടുംബത്തിന്റെ പ്രകടനം ആസ്വാദക മനം കവർന്നു. അരിമ്പൂർ സ്വദേശിയായ ഫ്ലൂട്ടിസ്റ്റും സംഗീതജ്ഞനുമായ മനോഷ്, ഭാര്യയും നൃത്താധ്യാപികയുമായ RLV വിസ്മിത, മക്കളായ 8ാം ക്ലാസ്സുകാരി പ്രണയ, 2ാം ക്ലാസ്സുകാരൻ മനോവിസ്മയ് എന്നിവരാണ് വേറിട്ട കലാവതരണം കൊണ്ട് ശ്രദ്ധ നേടിയത്. ശങ്കർ ഗോവിന്ദ് എഴുതിയ ശിവനെയും പാർവതിയെയും കുറിച്ചുള്ള ശ്ലോകത്തിന് മനോഷ് സംഗീതം നൽകി വേദിയിൽ അവതരിപ്പിച്ചപ്പോൾ വിസ്മിത നൃത്ത സംവിധാനം ചെയ്ത് വേദിയിലെത്തിച്ചു. പരിണയം സിനിമയിലെ പാർവണേന്ദുമുഖി പാർവതി എന്ന ഗാനം ഭരതനാട്യം രീതിയിൽ ചിട്ടപ്പെടുത്തിയായിരുന്നു അവതരണം. അമ്മയുടെ ചുവടുകളും അച്ഛൻ്റെ ആലാപനവും പുല്ലാങ്കുഴൽ വാദനവും മക്കളുടെ പാട്ടുമെല്ലാം ഒരുമിച്ച് ഒരു വേദിയിലെത്തിയത് ശിവരാത്രി ആഘോഷവേദിയെയും സവിശേഷമാക്കി. നമിക്കും നീതാ സമാധി കൊള്ളും സച്ചിന്മയ സംഹാരാധിപ സമസ്താപരാഘം വടക്കുംനാഥനെ പ്രകീർത്തിച്ചുകൊണ്ട് കാണികളുടെ കരഘോഷത്തിലാണ് അവതരണം കലാശിച്ചത്. തബലയിൽ വിനോഷും, റിതം പാഡിൽ വിനോദും, കീബോർഡിൽ ലെനുവും പിന്നണിയിൽ പ്രവർത്തിച്ചു. Chandra
TCV തൃശൂർ. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷിച്ചു. അഭൂതപൂർവമായ തിരക്കാണ് മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. തന്ത്രി ചേതാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാദേവനും മഹാവിഷ്ണുവിനും ലക്ഷാർച്ചനയും മഹാദേവന് ഭസ്മാഭിഷേകവും നടത്തി. പ്രസാദഊട്ടിൽ ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുത്തു. നാഗക്കാവിൽ 3 ദിവസമായി നടന്നു വന്നിരുന്ന നാഗപ്പാട്ടിനും നാവൂർപാട്ടിനും ശിവരാത്രിയോടെ സമാപനമായി. ഡാവിഞ്ചി സുരേഷ് ഐസുകട്ടയിലും പെയിന്റടിച്ചു. ലഡാക്കിലെ കൈലാസ പർവ്വത താഴ്വരകളിലെ ഐസുകട്ട പ്രതലത്തിലാണ് ഡാവിഞ്ചി സുരേഷ് ചിത്രം വരച്ച് പെയിന്റടിച്ചത്. ശിവരാത്രി ആഘോഷത്തിന് വർണ്ണഭംഗിയേകിയാണ് ലഡാക്കിലെ കൈലാസ പർവ്വത താഴ്വരകളിൽ 70 അടി വലുപ്പത്തിലുള്ള ഐസുകട്ട പ്രതലത്തിൽ ഡാവിഞ്ചി സുരേഷ് ചിത്രമൊരുക്കിയത്. എമൽഷൻ സ്റ്റൈനറുകൾ ഉപയോഗിച്ച് -12 ഡിഗ്രി തണുത്ത കാലാവസ്ഥയിൽ ഐസുകട്ടയായി ഉറച്ചുകിടക്കുന്ന പ്രതലത്തിൽ 6 മണിക്കൂർ കൊണ്ടാണ് ചിത്രം വരച്ചെടുത്തത്. ഡാവിഞ്ചി സുരേഷിന്റെ 98ാമത്തെ മീഡിയമാണ് ഐസുകട്ടയിലെ പെയിന്റിംഗ്. ലഡാക്കിലെ പോലീസിന്റെ പ്രത്യേക അനുമതിയോടും സൈനിക ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയുമാണ് ലോകത്തിലെ ആദ്യത്തെ ഐസിലെ ഏറ്റവും വലിയ ചിത്രം തീർക്കാനായത്. ഫെബ്രുവരി 9-നാണ് ഡാവിഞ്ചി സുരേഷും സംഘവും ദൗത്യവുമായി ലഡാക്കിലെത്തിയത്. കേരളത്തിൽ വരാനിരിക്കുന്ന കൈലാസ മെഡിറ്റേഷൻ ആശ്രമം ആൻഡ് ഗ്ലോബൽ ട്രസ്റ്റാണ് സുരേഷിന് സഹായമൊരുക്കിയത്. നമുക്ക് ഈ ലഡാക്കിൽ വന്ന് ഇങ്ങനെ ഒരു ചിത്രം ചെയ്യാനുള്ള ഒരു അനുമതി പത്രം കിട്ടണമല്ലോ. അതിന് ഏറ്റവും സഹായമായിട്ടുള്ള എൻ്റെ നാട്ടുകാരനായിട്ടുള്ള കൊടുങ്ങല്ലൂരുള്ള മേജർ ജനറൽ ഡോക്ടർ വിവേകാനന്ദൻ സാറാണ്. അദ്ദേഹം മുഖേനയാണ് ഇവിടുത്തെ പട്ടാളക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട അനുമതി പത്രങ്ങളെല്ലാം വാങ്ങിത്തത്. ഒരുപാട് വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരാഗ്രഹമാണ് ഐസുംകട്ടയിൽ പെയിന്റ് അടിക്കുക എന്നുള്ളത്. അതിന് ഒരുപാട് ആളുകളായിട്ട് നമ്മൾ പരിശ്രമിച്ചെങ്കിലും അവസാനം നമ്മൾ ഈ ഒരു ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഈ ഒരു ലഡാക്കിൽ ഇങ്ങനെ ഒരു ഐസുംകട്ടയിൽ നമ്മൾ ഇങ്ങനെ ഒരു വലിയൊരു മഹാദേവന്റെ ചിത്രം ചെയ്യാനായിട്ട് നമുക്ക് അവസരം തന്നത് ശരിക്കും പറഞ്ഞാൽ കൈലാസം മെഡിറ്റേഷൻ ആശ്രമത്തിന്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള ആചാര്യ ആർ വിശ്വനാഥാണ്. കൈലാസം ഗ്ലോബൽ ട്രസ്റ്റ് പ്രതിനിധി ആചാര്യ ആർ വിശ്വനാഥൻ, ക്യാമറാമാൻ സിംബാദ്, സുരേഷിന്റെ മകൻ ഇന്ദ്രജിത് ഡാവിഞ്ചി എന്നിവരാണ് യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നത്. തീയിലും വെള്ളത്തിലും ചിത്രം വരച്ചിട്ടുള്ള ഡാവിഞ്ചി സുരേഷ് ഇപ്പോൾ ഐസ് കട്ടയിലും ചിത്രമൊരുക്കി ശ്രദ്ധേയമാവുകയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ഭക്തി നിർഭരമായി. ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ക്ഷേത്രം തന്ത്രി കരകന്നൂർ വടക്കേടത്തുമന നാരായണ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും കീഴ്ശാന്തി സജിത് നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ക്ഷേത്രത്തിൽ പ്രസാദ ഊട്ടുമുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ദേവസ്വത്തിന്റെ ഗജവീരന്മാരെ അണിനിരത്തി വിശേഷാൽ എഴുന്നള്ളിപ്പ് മേളം നടന്നു. മറ്റത്തൂർ ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷവും സമൂഹാഭിഷേകവും നടന്നു. ശിവരാത്രി നാളിൽ വ്രതമെടുത്തു വന്ന 100 കണക്കിന് ഭക്തർ അഭിഷേകവും അർച്ചനയും നടത്തി. മഹാഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഉഷപൂജ, അലങ്കാര പൂജ, ഉച്ചപൂജ, അന്നദാനം, ദീപാരാധന, ചതുർയാമ പൂജകൾ എന്നീ ചടങ്ങുകളും നടന്നു. ക്ഷേത്രം ഉപദേഷ്ടാവ് മണികണ്ഠൻ ശാന്തി, മേൽശാന്തി കുട്ടൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തിങ്കളാഴ്ച ബലിതർപ്പണ ചടങ്ങുകൾ നടക്കും. ഇപ്പോഴും ചൊല്ലും അതെ മഹാശിവരാത്രിയോടനുബന്ധിച്ച് തൃപ്രയാർ ക്ഷേത്ര നടയിൽ നിന്നും ആലുവ മണപ്പുറത്തേക്കുള്ള KSRTC ബസ് സർവീസിന്റെ ഉദ്ഘാടനം തൃപ്രയാർ ദേവസ്വം മാനേജർ മനോജ് K. നായർ നിർവഹിച്ചു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു അധ്യക്ഷത വഹിച്ചു. വൈകിട്ട് 4, 6, 8, 9 എന്നീ സമയങ്ങളിലാണ് ബസ് സർവീസ് നടത്തുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സീന ഉണ്ണികൃഷ്ണൻ, സുബില പ്രസാദ്, മെമ്പർമാരായ PC മണികണ്ഠൻ, നിഷ ഉണ്ണികൃഷ്ണൻ, സിന്ധു, സിദ്ധപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു.
വെളുത്തൂർ നമ്പൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് മാനവ് സംഗീത വിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ശിവ പഞ്ചാക്ഷരി സംഗീതാർച്ചന നടത്തി. സംഗീതാധ്യാപകൻ സതീഷ് മാനവ് നേതൃത്വം നൽകി. സംഗീത വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കം 100ഓളം പേരാണ് അർച്ചനയിൽ പങ്കെടുത്തത്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക്. ചാവക്കാട് അകലാട് മുന്നേനിയിൽ വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന 7 വയസ്സുകാരന് തെരുവ് നായയുടെ കടിയേറ്റു. രക്ഷിക്കാനെത്തിയ അമ്മ റഹിയാനത്തിനും കടിയേറ്റു. ഇരുവരെയും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാള കുഴൂർ പഞ്ചായത്തിലെ തെക്കൻ താണിശ്ശേരി കള്ളിയാട് റോഡിന്റെ പുനർനിർമ്മാണം വീണ്ടും നിലച്ചതിൽ പ്രതിഷേധം ശക്തമായി. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും കരാറുകാരന്റെയും നിലപാടിൽ പ്രതിഷേധിച്ച് ജില്ലാ പഞ്ചായത്തിനും കളക്ടറേറ്റിനും മുൻപിൽ സമരം സംഘടിപ്പിക്കാൻ ജനകീയ കൂട്ടായ്മ തീരുമാനിച്ചു. യോഗത്തിൽ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. പുനർനിർമ്മാണത്തിനായി റോഡ് വെട്ടിപ്പൊളിച്ച് 5 വർഷമായി പൊടി തിന്നും ശ്വസിച്ചും രോഗികളായി മാറിയവരുടെ ദുരിതം ജനപ്രതിനിധികൾ മനസ്സിലാക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. എന്റെ അനുഭവം ഞാൻ പറഞ്ഞു. എന്റെ മകനെ 2 ആഴ്ചയായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ്. ഇൻവെസ്റ്റിഗേഷൻ പരീക്ഷയ്ക്ക് മാത്രമേ അവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ. എന്റെ തൊണ്ട ചുമച്ചു തുടങ്ങിയിട്ട് രാത്രി ഉറങ്ങിയിട്ട് കുറെ ദിവസമായി. രാത്രി ഉറങ്ങാൻ പറ്റണില്ല. കടയുമായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ നൊമ്പരമാണ് ഈ പറഞ്ഞത്. അനുഭവം കൊണ്ടാണ് നമ്മളൊക്കെ ഇതിന് വന്നിരിക്കുന്നത്. അനുഭവത്തിന് മാത്രമേ വരുള്ളൂ. കൂടുതൽ ഞങ്ങളുടെ വീട്ടിൽ ഇരിക്കാൻ നിർത്തിയില്ല. കഴിഞ്ഞെല്ലാം വലിയ കുറെ കാശുണ്ടാക്കി വീട് പൂച്ചതാണ്. ഇപ്പൊ ചെളി പിടിച്ച് ഒന്നിനും നിർത്തിയില്ല. കൊച്ചിനും മരുമകൾക്കൊക്കെ ചുമയും തുമ്മലും, എന്നും ചുമയും തുമ്മലാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളുടെ പഠിക്കുന്നവർ വഴി വിടില്ല. ഞങ്ങൾക്ക് പഠിക്കാനെടുക്കും വണ്ടിയുടെ മുന്നിൽ. നല്ല ഉറപ്പായിരിക്കും. പണം കിട്ടാത്തതാണ് ടാറിടൽ നിർത്തിവെക്കാൻ കാരണമെന്ന് കരാറുകാരൻ വ്യക്തമാക്കിയിട്ടും ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കൃത്യമായ മറുപടി നൽകുന്നില്ല. പുനർനിർമ്മാണം പൂർത്തിയാക്കാൻ രേഖകൾ പ്രകാരം ഇപ്പോഴത്തെ കരാറുകാരൻ അനുവദിച്ചിട്ടുള്ള സമയപരിധി ഈ മാസം 28 വരെയാണ്. ഐരാണിക്കുളം വരെ നടത്തിയ ടാറിടൽ ഇപ്പോൾ തന്നെ നാട്ടുകാർ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. കരാർ കാലാവധിക്ക് പുനർനിർമ്മാണം പൂർത്തിയാക്കിയില്ലെങ്കിൽ നാട്ടുകാർക്കൊപ്പം സമരത്തിന് മുന്നിൽ നിൽക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ വ്യക്തമാക്കി. 3.83 കിലോമീറ്റർ റോഡിന്റെ ശേഷിക്കുന്ന പുനർനിർമ്മാണത്തിനായി 170.23 ലക്ഷം രൂപയ്ക്കാണ് VV ജോൺസൺ എന്നയാൾ കരാർ എടുത്തിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള റോഡിന്റെ പുനർനിർമ്മാണത്തിന് കേന്ദ്ര വികസന മന്ത്രാലയം ഫണ്ട് അനുവദിച്ച് സംസ്ഥാന ഗ്രാമീണ വികസന ഏജൻസിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ന് വരെ ജില്ലാ പഞ്ചായത്ത് ഫണ്ടുകൊണ്ട് ഈ റോഡിന് ഒന്നും മുന്നുണ്ട്. 15 വണ്ടികളും ഈ റോഡിലായിരുന്നു. പാത്രയ്ക്ക് 11 വരെ വളർന്ന അവസ്ഥയാണ്. ഇതുവരെ അത് ഒക്കെ നിർത്തിപ്പോയി. ആകെ ഒരു ദിവസം കുറവ്. 6 മാസക്കാലത്തോളം ഈ റോഡ് അടച്ചിടുകയായിരുന്നു. ആർക്കും ചോദിക്കാൻ പറയണ്ടായിരുന്നില്ല. ഒരു MLA എന്നൊരു വ്യക്തിയിലൂടെ 10 കൊല്ലത്തോളം റോഡ് നടത്തിച്ചു. ഇന്ന് വരെ ഇതിന് എന്തെങ്കിലും വേണ്ടി ആളെ കണ്ടാണ് പോയി കണ്ടയാളെ ഒക്കെ ചെയ്യാമെന്ന് പറയുന്നത്. അല്ലാതെ ഇന്ന് വരെ അതിന് വേണ്ടിയില്ല. നമ്മൾ പറയണോണ്ട് അപ്പൊ പറയും ഞങ്ങൾ അങ്ങോട്ട് ചെയ്യാം. ഇന്ന് വരെ എന്തെങ്കിലും ചെയ്യാം. എത്ര കൊല്ലത്തിന് പിന്നോട്ട് പോയി റോഡ് ഇവിടുത്തെ ജനങ്ങളെത്ര കൊല്ലത്തേക്ക് പിന്നോട്ട് പോയി. ഒരു ആംബുലൻസ് പോലും ഓടാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് വരികയും. ഇതാണ് നമ്മുടെ വികസനം. ഇതാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും. താണിശ്ശേരി കള്ളിയാട് റോഡ് പ്രധാനമന്ത്രി
ഗ്രാമസഡക് യോജന പദ്ധതിയിൽ 2022 ഏപ്രിൽ 13-നാണ് പുനർനിർമ്മാണം തുടങ്ങിയത്. 207.64 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിന്റെ ആദ്യ കരാർ. കൂടാതെ 18.69 ലക്ഷം രൂപ 5 വർഷത്തേക്കുള്ള അറ്റകുറ്റപ്പണികൾക്കുമുണ്ട്. എന്നാൽ ആദ്യ കരാറുകാരൻ പണി ഉപേക്ഷിച്ചു പോയതിനെ തുടർന്നാണ് ശേഷിക്കുന്നത് പൂർത്തിയാക്കാൻ മറ്റൊരു കരാറുകാരന് നൽകിയത്. ജനപ്രതിനിധികളും നേതാക്കളും ഉദ്യോഗസ്ഥരും നൽകിയ ഉറപ്പുകൾ പാലിക്കാതെ വന്നപ്പോൾ വർഷങ്ങളായി പൊടി തിന്ന് ജീവിക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. TCV ന്യൂസ്, മാള. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് നൽകാനുള്ള പഞ്ചായത്ത് ഭരണസമിതി തീരുമാനത്തിനെതിരെ CPM. പുതിയ തീരുമാനം ബസ് യാത്രക്കാരെയും ജീവനക്കാരെയും പ്രതികൂലമായി ബാധിക്കുമെന്നും ആരോപണം. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പുനർനിർമ്മാണത്തിനായി പൊളിച്ചിട്ട് മാസങ്ങളായെങ്കിലും ഇതുവരെയും നിർമ്മാണം തുടങ്ങിയിട്ടില്ല. ഇതിനിടയിലാണ് ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് കൊടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം. നിരവധി ബസ്സുകൾ നിർത്തിയിടുന്ന സ്റ്റാൻഡിൽ പൊതുപരിപാടികൾക്കായി മാറ്റേണ്ടി വരുന്ന ബസ്സുകൾ നിർത്തിയിടാൻ അനുയോജ്യമായ മറ്റൊരു സ്ഥലം കണ്ടെത്താതെയുള്ള തീരുമാനം യാത്രക്കാർക്കും ബസ് തൊഴിലാളികൾക്കും ഗുരുതര പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് CPM നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KB ഹംസ പറഞ്ഞു. 8,80,00,000 രൂപയ്ക്ക് അതിൻ്റെ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന് പദ്ധതി അനുവദിച്ചിട്ടുള്ളതാണ്. നേരത്തെ 8 കോടി രൂപ അനുവദിക്കുകയും തുടർന്ന് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് 80 ലക്ഷം രൂപ അഡീഷണലായിട്ട് വേണ്ടി വന്നപ്പോൾ അതിനുവേണ്ടി AS-നും TS-നും സർക്കാരിലേക്ക് സമർപ്പിച്ച ഈ 80 ലക്ഷം രൂപയുടെ അനുമതി കിട്ടാനുള്ള താമസമാണ് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ആരംഭിക്കാത്തത്. ബസ് സ്റ്റാൻഡ് ദിവസ വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിലവിൽ 40ഓളം ബസ്സുകൾ ഡെയിലി മിക്ക സമയത്തും പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ബസ് സ്റ്റാൻഡിലെ ആ ബസ്സുകളെ എവിടേക്ക് മാറ്റും എന്നുള്ളതിനൊരു കൃത്യതയില്ലാതെ ആ ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് കൊടുക്കാൻ പഞ്ചായത്ത് എടുത്തിട്ടുള്ള തീരുമാനം ഒരിക്കലും ഒരു ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് MLA മുഖേന പണം അനുവദിച്ചെങ്കിലും നിർമ്മാണ കമ്പനി കൂടുതൽ പണം ആവശ്യപ്പെട്ടത് നൽകാൻ ആവാത്തതിനാൽ നിർമ്മാണം തുടങ്ങാനായിട്ടില്ല. മുൻ ഭരണസമിതി ഇവിടെ ഉണ്ടായിരുന്ന കെട്ടിടവും യാർഡുകളും പൊളിച്ച് നിർമ്മാണത്തിനായി സ്ഥലം തയ്യാറാക്കിയിരുന്നു. നിർമ്മാണം ആരംഭിക്കുവാൻ MLA വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് നിരന്തര ശ്രമങ്ങൾ നടത്തിവരുന്നതിനിടയിലാണ് പഞ്ചായത്ത് ഭരണസമിതി പുതിയ തീരുമാനം എടുത്തിട്ടുള്ളത്. 2 ബജറ്റിലായി 8 കോടി രൂപ ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്നതിന് സർക്കാർ നേരത്തെ നീക്കിവച്ചിരുന്നു. 3.5 വർഷം മുൻപ് നിർമ്മാണം തുടങ്ങുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. 1.5 വർഷം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന വാഗ്ദാനവും നൽകിയിരുന്നു. ദേശീയപാത 66-ലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ തൃപ്രയാറിൽ ആയിരക്കണക്കിന് പേരാണ് ദിവസേന ഈ സ്റ്റാൻഡിലെത്തുന്നത്. ശൗചാലയമോ മറ്റടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ല എന്നതും യാത്രക്കാരെയും ബസ് ജീവനക്കാരെയും വലയ്ക്കുന്നുണ്ട്. TCV ന്യൂസ്, തൃപ്രയാർ. കൊടകര കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന് തുടക്കമായി. ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ വേലുപ്പാടം സെന്റ് ജോസഫ് തീർത്ഥാടന ദേവാലയത്തിൽ നിന്ന് റെക്ടർ ഫാദർ ജോസഫ് പൂത്തുകാരന്റെ കാർമ്മികത്വത്തിൽ കൊളുത്തിയ ദീപവുമായി നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ പുറപ്പെട്ട ദീപപ്രയാണത്തിന് കൊടകര വല്ലപ്പാടി പള്ളികളിൽ സ്വീകരണം നൽകി. തുടർന്ന് കനകമല തീർത്ഥാടന കേന്ദ്രത്തിലെത്തിയ ദീപം മാർ പോളി കണ്ണൂക്കാടൻ ഏറ്റുവാങ്ങിയതിനു ശേഷം അൾത്താരയ്ക്ക് മുന്നിൽ തിരിതെളിയിച്ചതോടെയാണ് കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന് തുടക്കമായത്. തുടർന്ന് വിശ്വാസികളുടെ അകമ്പടിയോടെ മല കയറി കുരിശുമുടിയിൽ ദീപം പ്രതിഷ്ഠിച്ച് ദിവ്യബലി അർപ്പിച്ചു. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോസ് മാളിയേക്കൽ, തീർത്ഥാടന കേന്ദ്രം ഡോക്ടർ ഫാദർ ഡെയ്സൺ കവലക്കാട്ട്, സഹവികാരി ഫാദർ ടോം പുള്ളോലിൽ, ഫാദർ ജോഷി കൊമ്പാറക്കാരൻ, ഫാദർ എഡ്വിൻ അയനിക്കൽ, ഫാദർ ജോർജി തേലപ്പള്ളി, ജനറൽ കൺവീനർ വർഗീസ് കള്ളിയത്ത് പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബരന്തരപ്പള്ളി വില്ലേജ് ഓഫീസിന് സമീപം കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ചു. ആമ്പലൂർ ഭാഗത്തുനിന്ന് വന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാർ യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞ് കമ്പികൾ റോഡിലേക്ക് പതിച്ചു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് KSEB അധികൃതർ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് അപകടാവസ്ഥ ഒഴിവാക്കി. ഒല്ലൂർ ക്രിസ്റ്റഫർ നഗർ ജംഗ്ഷനിൽ മിനി ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലും ലോട്ടറി കടയിലും ഇടിച്ചു. യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം. കോഴിക്കോട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാത പട്ടിക്കാട് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പാലക്കാട് ചിറ്റലഞ്ചേരി സ്വദേശി തോണി വീട്ടിൽ സുഗന്ധന്റെ മകൻ 30 വയസ്സുള്ള സലീജാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം. എറണാകുളത്ത് നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്.
പലയക്കരയിൽ ദേശീയപാതയോരത്തും പരിസര പ്രദേശങ്ങളിലുമായി ഒരു വർഷത്തിനിടെ മണ്ണിട്ട് നികത്തിയ തണ്ണീർത്തടങ്ങളും കൃഷിയിടങ്ങളും പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് നാട്ടുകാരുടെ പരാതി. നെന്മണിക്കര വില്ലേജ് ഓഫീസിന്റെ സമീപത്തായുള്ള സ്വകാര്യ വ്യക്തികളുടെ 12 ഏക്കറോളം തണ്ണീർത്തടങ്ങൾ നികത്തിയിട്ടും അധികൃതർ യാതൊരു നടപടിയും എടുത്തില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. പക്ഷേ ഈയിടെയായിട്ടൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയൊരു വില്ലേജ് ഓഫീസർ വന്ന് 2025 ഒരു 14 മാസം മാക്സിമം. ഈ 14 മാസം കൊണ്ടുണ്ടായ ഒരു നഷ്ടം എന്ന് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഏകദേശം ഒരു 2000-ഓളം വീടുകളിൽ വെള്ളം കയറുന്ന ഒരു ഏരിയയാണ്. എന്നിട്ട് പോലും ഇത് കണക്കിലെടുക്കാതെയാണ് പാർട്ടിയുടെ സമ്മർദ്ദമോ എന്തായിക്കോട്ടെ പഞ്ചായത്തിൻ്റെയോ എന്താ പറയുക നോട്ടക്കുറവ് ഒന്നുമില്ല. വില്ലേജ് ഓഫീസറുടെ വട്ടാനുള്ള കഴിവില്ലായ്മ, അവർ ലീവ് എടുക്കുന്ന ദിവസങ്ങൾ നോക്കിയിട്ട് അതല്ലെങ്കിൽ ആളുള്ളപ്പോൾ തന്നെ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഏകദേശം 18 സ്ഥലങ്ങളിലായിട്ട് ഏകദേശം ഒരു 12 ഏക്കർ സ്ഥലം മണ്ണടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇതിനെതിരെ പല ആളുകളും ആക്ഷേപമായിട്ട് ഉന്നയിക്കുകയും കാര്യങ്ങളുണ്ടായി. പല ആൾക്കാർ കേസായിട്ട് മുന്നോട്ട് പോയി. പക്ഷെ ഇതൊന്നും എവിടെ എത്താതെ പാതിവഴിയിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ ഭാഗത്തേക്ക് ഏകദേശം 2024 ഞാനടക്കം താമസിക്കുന്ന തലവണിക്കരയിൽ ഏകദേശം സെൻസേഡിൻ്റെ ഹൈറ്റിലേക്ക് വെള്ളം കയറിയ സ്ഥലങ്ങളാണ്. ഈ 2025 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കയറിയിട്ടില്ല. വെള്ളം ഏകദേശം റോഡ് ലെവലിൽ പോയിട്ടുള്ളൂ. പക്ഷെ അതിനുശേഷം വന്ന ഈ മണ്ണ് അടിച്ചു നികത്തുന്ന പ്രവണത ഇനി വരുന്ന 2026 വർഷം കാലത്ത് എത്രത്തോളം വെള്ളം വരുമെന്നുള്ളതിന് ആർക്കും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ സമുദായത്തിന്റെ പേരിലാണ് ആദ്യം പരാതിയുമായിട്ട് മുന്നോട്ട് പോയത്. വില്ലേജ് അധികൃതരുടെ ഒത്താശയോടെയാണ് മണ്ണ് മാഫിയ എത്രയേറെ സ്ഥലം നികത്തിയതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. 2018 മുതൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന പ്രദേശത്ത് മണലിപ്പുഴയിലേക്ക് എത്തുന്ന ചെറുതോടുകളും കാനകളും നികത്തിയ നിലയിലാണ്. മണ്ണിട്ട് നികത്തൽ തുടങ്ങിയത് മുതൽ അധികൃതർക്ക് നാട്ടുകാർ പരാതി നൽകുന്നുണ്ടെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. നികത്തിയ തണ്ണീർത്തടങ്ങൾ കാലവർഷത്തിന് മുൻപ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും മണ്ണിട്ട് നികത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. പെരുവലൂർ സ്വദേശിയായ യുവാവിനെ കാപ്പ ചുമത്തി നാടുകടത്തി. പണ്ടാരിക്കൽ വീട്ടിൽ അഖിലിനെയാണ് 3 മാസത്തേക്ക് നാടുകടത്തിയത്. പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ നിരവധി കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് അഖിൽ. തൃശൂർ റേഞ്ച് ഡിഐജിയുടെ ഉത്തരവ് പ്രകാരമാണ് നടപടി. മറ്റൊരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. തിരുവല്ലാമല എഴുന്നള്ളത്തുകടവ് റോഡിൽ യാത്രാ ദുരിതം ഏറുന്നു. തിരുവല്ലാമല കൊണ്ടാടി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡിലൂടെയുള്ള യാത്ര വാഹനയാത്രികരുടെ നട്ടെല്ല് തകർക്കുകയാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. റോഡിന്റെ പുനർനിർമ്മാണത്തിനായി മുഖ്യമന്ത്രിയുടെ പ്രകൃതി ദുരിത ഫണ്ടിൽ നിന്ന് ഏകദേശം 30 ലക്ഷം രൂപയും കഴിഞ്ഞ പഞ്ചായത്ത് 24 ലക്ഷം രൂപയും വകയിരുത്തി. പണിയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതാണെന്ന് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിലാണ് ഏതാണ്ട് 36 റോഡുകൾ ജില്ലാ കളക്ടറുടെ പ്രത്യേക അനുമതിയോടുകൂടി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പല റോഡുകളും പൂർത്തീകരിച്ച് വരികയാണ്. പക്ഷേ എഴുന്നള്ളത്തുപാത റോഡ് എന്ന് പറയുന്ന 2 പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിക്കുന്ന ഏറ്റവും പ്രധാന പാതയാണ്. കഴിഞ്ഞ കുറേ വർഷമായി റോഡ് വലിയ ശോച്യാവസ്ഥയിലാണ്. വാഹനങ്ങളൊന്നും പോകാൻ കഴിയാത്ത സ്ഥിതി നിലനിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA മുഖ്യമന്ത്രിയുടെ പ്രകൃതി ദുരിത ഫണ്ടിൽ നിന്നും ഏതാണ്ട് 30 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് 24 ലക്ഷം രൂപയും ചേർത്ത് 54 ലക്ഷം രൂപയ്ക്കുള്ള പണി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. കേരള പോലീസ് അസോസിയേഷൻ തൃശൂർ റൂറൽ 39ാം ജില്ലാ സമ്മേളനം ഇരിങ്ങാലക്കുടയിൽ നടന്നു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KPA തൃശൂർ റൂറൽ ജില്ലാ പ്രസിഡന്റ് CK പ്രതീഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ, അഡീഷണൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് BA കൃഷ്ണദാസ്, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP NS സലീഷ്, KPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് PN ഇന്ദു തുടങ്ങിയവർ സംസാരിച്ചു.
മാരകമായ കരൾ രോഗത്താൽ കഴിയുന്ന കലാകാരനെ രക്ഷിക്കാൻ ഒരു ഗ്രാമം മുഴുവൻ ഒരേ മനസ്സോടെ ഒന്നിക്കുന്നു. ഗുരുവായൂർ തിരുവങ്കടം പ്രദേശ് ക്ലബ് അംഗം ഉണ്ണിമോൻ എന്ന കെ ഉണ്ണികൃഷ്ണന് വേണ്ടി പ്രദേശത്തെ ജനപ്രതിനിധികളും ക്ലബ് പ്രവർത്തകരുമാണ് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. 3 കുട്ടികൾ ഉൾപ്പെടുന്ന നിർധന കുടുംബത്തിന്റെ ആശ്രയമാണ് ഉണ്ണികൃഷ്ണൻ. ഭാര്യ രശ്മി കരൾ പകുത്തു നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. തുടർ ചികിത്സയ്ക്ക് 35 ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്ന് ചികിത്സാ സഹായ സമിതി അറിയിച്ചു. രവികുമാർ കാഞ്ഞുള്ളി ചെയർമാനും കൗൺസിലർ ആതുര രതീഷ് കൺവീനറും VK സുജിത് കോർഡിനേറ്ററുമായുള്ള ചികിത്സാ സഹായ സമിതി ബാങ്കിൽ അക്കൗണ്ട് തുറന്നു. സഹായിക്കാൻ താൽപര്യമുള്ള സുമനസുകൾക്ക് താഴെ പറയുന്ന ബാങ്ക് വിലാസത്തിൽ പണം അയക്കാവുന്നതാണെന്ന് ബ്രദേഴ്സ് ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു. കാനറ ബാങ്ക് ഗുരുവായൂർ ശാഖ, അക്കൗണ്ട് നമ്പർ 11-93-29-36-66. TCV ന്യൂസ് ഗുരുവായൂർ. പുത്തൻകടപ്പുറം സൂര്യ കടലാമ സംരക്ഷണ സമിതിയുടെ ഈ സീസണിലെ ആദ്യ കടലാമ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി. ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ കുഞ്ഞുങ്ങളെ പുത്തൻകടപ്പുറം കടലിലേക്ക് ഇറക്കിവിട്ട് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഗീവർ PA, സെയ്ദ് മുഹമ്മദ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ നിധീഷ് PV, ധനേഷ് KV, റൈജോ ജോയ്, PA നസീർ, KK മുബാറക് തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ ഡിസംബർ 29 കിട്ടിയ 100 മുട്ടകളിൽ 90 കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞിറങ്ങിയത്. ഡിസംബർ മുതൽ മാർച്ച് മാസം വരെയാണ് കടലാമകൾ മുട്ടയിടാനായി തീരത്തെത്തുന്നത്. 37 കടലാമ കൂടുകളിലായി 3757 കടലാമ മുട്ടകളാണ് ഉള്ളത്. AC മൊയ്തീൻ MLA നയിക്കുന്ന LDF കുന്നംകുളം നിയോജകമണ്ഡലം വികസന മുന്നേറ്റ ജാഥയ്ക്ക് എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് സെന്ററിൽ സ്വീകരണം നൽകി. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം S ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. വൈസ് ക്യാപ്റ്റൻ പ്രേംരാജ് ചുണ്ടലാത്ത്, മാനേജർ MN സത്യൻ, NCP ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം ജലീൽ മാഷ്, KT ഷാജൻ, TB രഘുനാഥ്, KD ബാഹുലയൻ, TK വാസു തുടങ്ങിയവർ സംസാരിച്ചു. കേരള NGO യൂണിയൻ നാട്ടിക ഏരിയ സമ്മേളനം നടന്നു. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം G ശ്രീകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഏരിയ പ്രസിഡന്റ് MB അരുൺ അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി റേഞ്ച് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളി മദ്രസകളിൽ സേവനം ചെയ്യുന്ന ഉസ്താദുമാർക്കും ജീവനക്കാർക്കും റമദാൻ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഭക്ഷ്യധാന്യ റിലീഫ് കിറ്റ് വിതരണം ചെയ്തു. പള്ളി മേപ്പുറം മമ്പാവുൽ ഉലും മദ്രസ അങ്കണത്തിൽ നടന്ന റിലീഫ് വിതരണം തലയങ്ങാട്ടി മഹല്ല് ഖത്തീബ് സൈദീൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു. മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് PK സലീം ഹാജി അധ്യക്ഷത വഹിച്ചു. റേഞ്ച് സെക്രട്ടറി മുസ്തഫ ദാരിമി ആമുഖ പ്രഭാഷണം നടത്തി. സമസ്ത മുദരിബ് ഹംസ അൻവരി കാഞ്ഞിരക്കോട് റമദാൻ സന്ദേശം നൽകി. മാനേജ്മെന്റ് സെക്രട്ടറി MH നൌഷാദ്, ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ട്രഷറർ ഇസ്മായിൽ ഹാജി മാളിയേക്കൽ, MP റഫീഖ് തങ്ങൾ ആദൂർ, സിദ്ദിഖ് ബദരി തുടങ്ങിയവർ സംസാരിച്ചു. രണ്ട് വൃക്കകളും തകരാറിലായ യുവാവ് വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി സുമനസ്സുകളുടെ സഹായം തേടുന്നു. അന്തിക്കാട് 7-ാം വാർഡ് സ്വദേശി കാഞ്ഞിരത്തിങ്കൽ വീട്ടിൽ ദേവനാണ് വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നത്. ദേവന്റെ ഭാര്യ നിമിഷ വൃക്ക നൽകാൻ തയ്യാറാണെങ്കിലും ശസ്ത്രക്രിയയ്ക്കും മറ്റു ചിലവുകൾക്കും തുക കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് കുടുംബം. ദേവന്റെ ചികിത്സാർത്ഥം വാർഡ് മെമ്പർ സിമി ജോജു ചെയർമാനായും ഷജിൽ അന്തിക്കാട് കൺവീനറുമായുള്ള 6-അംഗ ചികിത്സാ സഹായ ജനകീയ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സുമനസ്സുകൾക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മഞ്ഞപ്പിത്തം ശാഖയിലെ 85-88-101-10-00-7159 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ് തൃശൂർ.
മുസ്ലിം ലീഗ് തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റി ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ റംസാൻ റിലീഫ് പ്രവർത്തന ഉദ്ഘാടനവും EP ഖമറുദ്ദീൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ചെയർമാൻ KA ഹാറൂൺ റഷീദ് അധ്യക്ഷത വഹിച്ചു. ASM അസ്ഗർ അലി, PA സീതി, കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബാലസുന്ദരൻ, KA ഷൌക്കത്ത് അലി എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ സംഘടിപ്പിച്ച മിസ്റ്റർ തൃശൂർ മത്സരത്തിൽ ജൂനിയർ വിഭാഗം 60 കിലോയിൽ KD ദീപക് ചാമ്പ്യനായി. അവണിശ്ശേരി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലാണ് മത്സരം നടന്നത്. മുത്രത്തിക്കര സ്വദേശിയായ ദീപക് നെല്ലായിലെ യൂണിറ്റ് ഫിറ്റ്നസ് ഹബ്ബിലാണ് പരിശീലനം നടത്തുന്നത്. ഓളരി എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിലെ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. ഗുരുവായൂർ തിരുവങ്കടം ഹൌസിംഗ് ബോർഡിന് സമീപത്ത് നിന്ന് 5 അടിയോളം നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രവീഷ് ഗുരുവായൂരാണ് പാമ്പിനെ പിടികൂടിയത്. വണ്ടി എടുത്തൊക്കെ പറയും. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ സർവീസ് പെൻഷനായി ഉയർത്തണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ വ്യാപാര ഭവൻ ഹാളിൽ നടന്ന കൺവെൻഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KA ജോയ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PG ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി TV ഗണേശൻ, ട്രഷറർ സുധ ഹരിദാസ്, സുലേഖ സലാം, OS സതീശൻ, അംബിക വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. കളരിപ്പണിക്കർ ഗണക കണിയ സഭ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം യൂണിറ്റ് രൂപീകരിച്ചു. KGKS സംസ്ഥാന ട്രഷറർ പ്രദീപ് പണിക്കർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് സേതുമാധവ് പണിക്കർ അധ്യക്ഷത വഹിച്ചു. KGKS സംസ്ഥാന സെക്രട്ടറി രാജേഷ് പണിക്കർ, ജ്യോതിഷ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് പണിക്കർ, സംഘടന തൃശൂർ ജില്ലാ ട്രഷറർ ആളൂർ മാധവ് പണിക്കർ, ജ്യോതിഷ സഭ സംസ്ഥാന ട്രഷറർ സേതുമാധവ് പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനാരായണപുരം പോഴങ്കാവ് സെന്റ് ജോർജസ് LP സ്കൂൾ ശതാബ്ദി ആഘോഷം ചൊവ്വാഴ്ച സമാപിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. സമാപന സമ്മേളനം പോഴങ്കാവ് തിരുവോണം ഹാളിൽ ഉച്ചയ്ക്ക് 2:30 മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. SN പുരം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ K. രഘുനാഥ്, സ്വാതി ശ്രീജിത്ത്, സ്കൂൾ മാനേജർ സാജു ലൂയിസ്, പ്രധാന അധ്യാപിക നിമി മേനോൻ, PTA പ്രസിഡന്റ് VS ശ്രീജിത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തയ്യൂർ യുവതരംഗം കലാകായിക സാംസ്കാരിക വേദിയുടെയും ഗ്രന്ഥശാലയുടെയും സിൽവർ ജൂബിലി ആഘോഷിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് KR രാജീവ് അധ്യക്ഷനായി. എഴുത്തുകാരൻ CF ജോൺ ജോഫി മുഖ്യപ്രഭാഷണം നടത്തി. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, ബ്ലോക്ക് മെമ്പർ മഞ്ജുഷ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് NV ബിജു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ, മെമ്പർ ഷൈനി ഫ്രാൻസിസ്, നേതൃസമിതി പ്രസിഡന്റ് PR മോഹനൻ, ഗ്രന്ഥശാല സെക്രട്ടറി AL വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു. നാഗസര ആശാൻ, സുബ്രഹ്മണ്യൻ തയ്യൂർ, സ്കൂൾ കലോത്സവത്തിൽ വയലിൻ മത്സരത്തിൽ A ഗ്രേഡ് നേടിയ അദ്വൈത് എന്നിവരെയും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളെയും ചടങ്ങിൽ ആദരിച്ചു. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,460 രൂപ, പവന് 1,15,680 രൂപ.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, തൃശൂർ. നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന ശിവരാത്രി ആഘോഷങ്ങൾ ഭക്തിസാന്ദ്രമായി. മഹാശിവരാത്രിയോടനുബന്ധിച്ച് വടക്കുനാഥ ക്ഷേത്രത്തിൽ ലക്ഷദീപം തെളിയിച്ച വിശ്വാസികൾ. ചാവക്കാട് അകലാട് മുന്നേനിയിൽ വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന 7 വയസ്സുകാരന് തെരുവ് നായയുടെ കടിയേറ്റു. രക്ഷിക്കാനെത്തിയ അമ്മയ്ക്കും നായയുടെ ആക്രമണത്തിൽ പരിക്ക്. മാള കുഴൂർ തെക്കൻ താണിശ്ശേരി കള്ളിയാട് റോഡിന്റെ പുനർനിർമ്മാണം വീണ്ടും നിലച്ചതിൽ പ്രതിഷേധം ശക്തം. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും നിലപാടിൽ പ്രതിഷേധിച്ച് ഭരണസ്ഥിര കേന്ദ്രങ്ങൾക്ക് മുൻപിൽ സമരം സംഘടിപ്പിക്കുമെന്ന് ജനകീയ കൂട്ടായ്മ. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് നൽകാനുള്ള പഞ്ചായത്ത് ഭരണസമിതി തീരുമാനത്തിനെതിരെ CPM. പുതിയ തീരുമാനം ബസ് യാത്രക്കാരെയും ജീവനക്കാരെയും പ്രതികൂലമായി ബാധിക്കുമെന്നും ആരോപണം. കൊടകര കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന് തുടക്കമായി. നൂറുകണക്കിന് വിശ്വാസികൾ തീർത്ഥാടനത്തിൽ പങ്കാളികളായി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.